ചേലൂർ സെന്റ് മേരീസ് കാറ്റീസം യൂണിറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു കനൽ വഴിയിൽ കുളിർക്കാറ്റായി പരിശുദ്ധ അമ്മ. ആൻസി, നീ എവിടെ പോയി കിടക്ക? കുരിശുമണി കൊട്ടുന്നത് കേട്ടില്ലേ? നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. അല്ലെങ്കിലും അതെ, അവൾക്കിതൊരു പതിവാ. സന്ധ്യാസമയത്ത് അതും കുരിശുമണി കൊട്ടുന്നത് കേട്ടാൽ റെക്കോർഡ് എഴുത്തും പഠനവും. അമ്മ ആരോടാണ് ഈ പിറുപിറുക്കുന്നത്? വാ ആൻസി, നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. അമ്മ തന്നെ ചൊല്ലിയാൽ മതി. എനിക്കിന്ന് കുറെ പഠിക്കാനും എഴുതാനും ഉണ്ട്. എന്നും പ്രാർത്ഥനയും നോയമ്പും എടുത്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലല്ലോ. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒരുപക്ഷെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. നിലവിളിച്ചുള്ള പ്രാർത്ഥന എന്ന് തുടങ്ങിയതാ നമ്മുടെ ഈ കഷ്ടപ്പാട്. ഇന്നു തീരും, നാളെ തീരും. ഇതിപ്പോൾ കഷ്ടപ്പാട് കൂടി വരുന്നതേയുള്ളൂ. അമ്മ ഒന്ന് നോക്കിയേ, നമ്മുടെ ഈ ചേലൂർ ഇടവകയിൽ നമ്മുടെ അത്ര പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഉള്ള വേറെ കുടുംബമുണ്ടോ? ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? പ്രാർത്ഥിച്ചിട്ടുള്ളൊന്നും ഒരു കാര്യമില്ല അമ്മച്ചി. എല്ലാ വർഷവും നോമ്പും ഉപവാസവും നാം ഇതുവരെ മുടക്കിയിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ നമുക്ക് മാത്രം ഒരു സമാധാനമില്ല. അപ്പച്ചന്റെ ചികിത്സയ്ക്ക് എത്ര രൂപയാ നാം ചിലവിടുന്നത്? 24 മണിക്കൂറും ഈ ഫോണും തുറന്നു പിടിച്ചിരിക്കുന്നത് കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സാമ്പത്തികമായ ഒരു കുറവ് മാത്രമല്ലേ നമുക്കുള്ളത്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഇല്ലേ? ശാന്തി, സമാധാനം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവിടെ ഇരുന്നോ? ഡോണ, വചനപഠനം എങ്ങനെ നടക്കുന്നു? ഞാനൊരു വചനം ഉരുവിട്ട് നടക്കായിരുന്നു. സങ്കീർത്തനങ്ങൾ 33:13. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. നല്ല അഭിഷേകമുള്ള വചനം. നമ്മുടെ ആൻസിക്ക് ഇത് എന്തു പറ്റി? അവൾ ആകെ മാറി. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു. ശരിയാ, ഞാനും അത് തന്നെ പറയാനിരിക്കുകയായിരുന്നു. എന്ത് തീക്ഷ്ണതയായിരുന്നു ജപമാല ചൊല്ലാനും വചനം പഠിക്കാനും. അങ്ങനെയൊക്കെ എന്ത് ഗ്രേസ്ഫുള്ളായിരുന്നു അല്ലേ ആൻസിയുടെ മുഖം. ഞാനിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ശരിക്കും ആൻസി കാരണമാണ്. ജീസസ് യൂത്തിൽ ചേരാനും ഈശോയെ അറിയാനും. ദേ ആൻസി, എന്താ രണ്ടുപേരും കൂടി ഒരു പിറുപിറുപ്പ്? ആൻസി, നിനക്ക് എന്താ സംഭവിച്ചത്? നീ ആകെ മാറിയതുപോലെ. ആൻസിയെ, നീ ഇനി എന്നും ജീസസ് യൂത്തിൽ വരണം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയല്ല ആൻസി, നിനക്ക് തിരിച്ചു വരാൻ സാധിക്കും, ഉറപ്പാണ്. തുടങ്ങി ഉപദേശം. ഞാൻ ഊഹിച്ചത് ശരിയാണ്. രണ്ടുപേരും കൂടി എന്നെ കുറ്റം പറയായിരുന്നു അല്ലേ? എനിക്ക് മടുത്തു. വീട്ടിൽ അമ്മച്ചിയും അപ്പച്ചനും ചേട്ടനും കൂടാതെ നാട്ടുകാരും. ഇപ്പോൾ നിങ്ങളും തുടങ്ങി. എങ്ങനെ പറയാണ്ടിരിക്കുവോ ആൻസിയെ, നിന്റെ പോക്കങ്ങനെയാണ്. നിങ്ങളന്നൊരു കാര്യം ചെയ്യൂ, ഞാൻ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊരു പേപ്പറിൽ എഴുതി തരൂ. ഞാൻ അങ്ങനെ പെരുമാറാം. അല്ല പിന്നെ. നീ കളിയാക്കാതെ. ഞാൻ പോകട്ടെ. നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് സമയമില്ല. എന്ത് മോശമായിട്ടാണ് ഇവളുടെ അവസ്ഥ. അരുത് ആൻസി, അരുത്. ഇരിക്കൂ, ഇരിക്കൂ, സുഖം അനുഭവിക്കൂ. അരുത് ആൻസി, അരുത്. ഇരിക്കൂ, ഇരിക്കൂ, സുഖം അനുഭവിക്കൂ. ആൻസി, നമ്മുടെ ആൻസിയുടെ അവസ്ഥ കണ്ടില്ലേ? പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് അവളെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. നമുക്ക് ജപമാല ചൊല്ലി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അവളെ രക്ഷിക്കാതിരിക്കുകയില്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മകളെ, നിനക്ക് വേണ്ടി നിന്റെ കൂട്ടുകാരികളും മറ്റുള്ളവരും ചെയ്ത പ്രാർത്ഥനകൾ സ്വർഗത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരുടെ വേദനകളിലും കഷ്ടപ്പാടിലും മാറി നിൽക്കുന്നവനല്ല ദൈവം. നിന്റെ ഓരോ ചലനങ്ങളിലും ഞാൻ ഏറെ ശ്രദ്ധാലുവായിരുന്നു. മകളെ, ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ ഇരട്ടി തീക്ഷ്ണതയിൽ ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുവിൻ. ജപമാലയും വിശുദ്ധ കുർബാനയും വചനവും നിനക്ക് ശക്തി നൽകട്ടെ. എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ആകെ മാറുന്നത് പോലെ. ദേ, മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു.
മാതാവ് എന്നോട് സംസാരിച്ചു. പരിശുദ്ധ ജപമാല രാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി, പരിശുദ്ധ ജപമാല രാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി, ഉന്നത ജീവിതം കൊണ്ടു നീയൊഴിയെ എന്നെന്നും ധന്യമാക്കി, ഉന്നത ജീവിതം കൊണ്ടു നീയൊഴിയെ എന്നെന്നും ധന്യമാക്കി. പരിശുദ്ധ ജപമാല രാജ്ഞി. സംഗീതധാരയാ ഞങ്ങളെല്ലാം സന്താപത്തോടെ വന്നിടുമ്പോ, സംഗീതധാരയാ ഞങ്ങളെല്ലാം സന്താപത്തോടെ വന്നിടുമ്പോ, ബലഹീനർ തന്നെ യാചനയെല്ലാം, ബലഹീനർ തന്നെ യാചനയെല്ലാം മാറ്റൊടിയാകുന്നു നിന്റെ മുന്നിൽ. സാ സാ സരി 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 സാ പമ ഗമ പനി പമ ഗമ പ പാനി പ സനി രി സ മ രി രി സനി പമ ഗമ മ പ പാനി രി സ സനി രി പ പമ മ രി സ സാ സരി 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 സാ പമ ഗമ പനി പമ ഗമ പ പാനി പ സനി രി സ മ രി രി സനി പമ ഗമ മ പ പാനി രി സ സരി സനി രി സാ പമ ഗമ രി സരി സരി സനി സരി രി സ പനി പമ ഗമ പനി സ സാ പമ ഗമ രി സരി സരി സനി സരി രി സ പനി പമ ഗമ പനി സ സാ മ രി സരി പനി രി സനി പമ പ സനി പമ രി ഗമ പനി സരി സ മ രി സരി ഹരി സനി പരി സനി പനി ഹരി സനി പരി സനി പമ സനി പമ രി സ. പരിശുദ്ധ ജപമാല രാജ്ഞി. ഉള്ളിലൊതുങ്ങാത്ത ദുഃഖവുമായി ഓരോ ദിനവും വന്നിടുമ്പോ, ഉള്ളിലൊതുങ്ങാത്ത ദുഃഖവുമായി ഓരോ ദിനവും വന്നിടുമ്പോ, കന്യകമാതാവിൻ ജീവിതമെന്നെന്നും, കന്യകമാതാവിൻ ജീവിതമെന്നെന്നും മാർഗവെളിച്ചമായി നീങ്ങട്ടെ എൻ മുന്നിൽ. സാ സരി 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 സാ പമ ഗമ പനി പമ ഗമ പ പാനി പ സനി രി സ മ രി രി സ
സനി പമ ഗമ മപ പനി നിസ സനി നി പപ മരി സാ. പരിശുദ്ധ ജപമാല രാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി. പരിശുദ്ധ ജപമാല രാജ്ഞി. പ്രിയരെ, ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജപമാലയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് സഹായകമാകട്ടെ. സെക്കൻഡ് ഗ്രൂപ്പ് വിടവാങ്ങുന്നു. ജയ് ക്രൈസ്റ്റ്.